ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങിയോന്ന് അറിയില്ല. പക്ഷെ പഠിക്കാൻ തുടങ്ങാനുള്ള സമയം വളരെ അടുത്തിരിക്കുകയാണ് അല്ലെ. നമുക്കിനി ആകെ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ നമ്മുടെ മുന്നിൽ. നമ്മളിപ്പം ജില്ലാ കലോത്സവവും അതും ഇതൊക്കെ ആയിട്ട് വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണ്. പക്ഷെ പഠിത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. നമ്മൾ കലോത്സവത്തിനൊക്കെ പോകണം, അതിനൊക്കെ സമ്മാനം വാങ്ങിക്കണം, അതെല്ലാം നന്നായിട്ട് നടക്കണം ഒരു സൈഡിൽ കൂടെ. പക്ഷെ അതിനുശേഷം എന്താണ്, നമ്മുടെ പരീക്ഷ നമ്മളെയും കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ട സമയം വളരെ അടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ അല്ലേ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം, അതായത് 2024 സെക്കൻഡ് ടേം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഈ വർഷം വീണ്ടും ചോദിക്കാൻ വളരെ ചാൻസസ് കൂടുതലുള്ളതാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. എന്താണത്? റൈറ്റ് ബ്രീഫ് നോട്ട്സ് അബൌട്ട് ആൽഗൽ ബ്ലൂം ആൻഡ് റെഡ് ടൈഡ്. ഓക്കെ, ആൽഗൽ ബ്ലൂമിനെ കുറിച്ചും റെഡ് ടൈഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആൽഗെ എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ടിൽ നിന്ന് വരുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആണ് അല്ലെ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ആൽഗൽ ബ്ലൂം? എന്താണ് മക്കളെ ആൽഗൽ ബ്ലൂം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, ആൽഗൽ ബ്ലൂം എന്ന് പറഞ്ഞാൽ സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ അക്യുമുലേറ്റ് ചെയ്ത് ഒരിടത്ത് കൂടുതലായിട്ട് കാണപ്പെടുമ്പം അല്ലെങ്കിൽ കൂടുതലായിട്ട് അവിടെ ബ്ലൂം ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ അവസ്ഥേനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് കാണുന്നത്. ഇനി ഇത് ഏത് തരത്തിലുള്ള വാട്ടർ ബോഡീസിലാണ് കാണുക? പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിൽ. ഇപ്പൊ നിങ്ങൾ ടൗണിലൊക്കെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ പോയി നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ബോഡീസിൽ ചിലയിടത്തൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ആൽഗൽ ബ്ലൂം കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. ഓക്കെ, സൈനോ ബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ ഓഫൻ ഫോംസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ് കോൾഡ് ആൽഗൽ ബ്ലൂം. അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, ഷുവർ ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്കാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദാറ്റ്? റെഡ് ടൈഡ്. റെഡ് ടൈഡും ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട്, ഇനിയിപ്പം ഒന്നും അറിയാത്ത ഒരാൾക്കാണെങ്കിലും ഏതോ ഒരു ആൽഗെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് റെഡ് കളർ സീൽ ഫോം ചെയ്യുന്നു എന്നെങ്കിലും നമുക്ക് എഴുതി വെക്കാം. ഹാഫ് മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ് ഈ റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ആൽഗെ ആരാണ്? യെസ്, ദാറ്റ് ഇസ് റെഡ് ഡൈനോഫ്ലജെല്ലേറ്റ്സ്. അതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഗുണിയാലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡ് ആൽഗേന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ പഠിച്ചിരുന്നാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, സോ റെഡ് ഡൈനോഫ്ലജെല്ലേറ്റ്സ് അല്ലെങ്കിൽ റെഡ് ആൽഗെ ആണെന്നെങ്കിലും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത്? ഈ ഒരു റെഡ് ആൽഗെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് എന്താണ്, അതിന്റെ എണ്ണം വളരെയേറെ കൂടും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, സീയില് റെഡ് കളറേഷൻ കാണാം അല്ലെ. ആ ടൈഡ്സ് വരുമ്പോൾ ആ വേവ്സിൽ നമുക്കൊരു റെഡ് കളറേഷൻ കാണാൻ സാധിക്കും. അത് വേറൊരു പ്രശ്നമല്ല, അത് സത്യത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ ആൽഗെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കുറെ എണ്ണം ആവുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ അത് സീ ഒരു റെഡ് കളറായിട്ട് മാറ്റുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ടേമിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് കാണാം. ഇതും വളരെ സിമ്പിൾ ആണ്. സോ ഫസ്റ്റ് വൺ, യു ക്യാൻ സീ ദ വോൾവോക്സ്, ദെൻ സൈക്കസ്, സെലാജിനില്ല ആൻഡ് മോസ്. അപ്പൊ ഇത് വന്നിരിക്കുന്നത് മൊത്തം നമ്മുടെ ആ ഒരു പ്ലാൻ കിങ്ഡം ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അതുപോലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്, ഈ രണ്ടിൽ നിന്നും കൂടെ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ വോൾവോക്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ ടേം ഏതാണ്? യെസ്, ദാറ്റ് ഇസ് കൊളോണിയൽ ആൽഗെ. വോൾവോക്സ് എന്ന് പറഞ്ഞ ഒരു കൊളോണിയൽ ആൽഗെ ആണ്. അത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വോൾവോക്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൽഗെ. ഓക്കെ, ഫൈൻ. യാ, കമ്മിങ് ടു സൈക്കസ്. സൈക്കസിനെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഓർത്തിരിക്കണം എപ്പോഴും. എന്താണത്? കോറല്ലോയിഡ് റൂട്ട് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു മാച്ച് ഫോളോയിങ് വളരെ സിമ്പിളാ. ഏതൊരാളും ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരെണ്ണമാണ്. ഇതിൽ വോൾവോക്സ് ഒരു ആൽഗെ ആണ് നമുക്ക് ഓർത്ത് അത് നമുക്ക് മാച്ച് ചെയ്യാം. പിന്നെ സൈക്കസിനെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും എന്താ? കോറലോയിഡ് റൂട്ട് എന്നുള്ളത്. പിന്നെ എന്താണ്? സെലാജിനില്ല കേസിൽ ഇവിടെ ഹെട്രോസ്പോറസ് ആണ് നമുക്ക് ഓർത്തിരുന്ന് എഴുതാൻ പറ്റുന്നത്. പിന്നെ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ. ഓക്കെ, കമ്മിങ് ടു മോസസ് ഇസ്, അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിമ സ്റ്റേജ് ആണ് അല്ലെ. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പൊ മോസിനെ കണക്ട് ചെയ്ത് പറയുന്നതാണ് പ്രോട്ടോണിമ. ഓക്കെ, അപ്പൊ ഈ ഒരു മാത്സ് ഫോളോയിങ്ങും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ ഒക്കെ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് പലതരത്തിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസെൻസ് അല്ലെ. അപ്പൊ ഇൻഫ്ലോറസെൻസിന്റെ രണ്ട് ടൈപ്സ് ആണ്, റെസിമോസും സൈമോസും. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ് മക്കളെ? ഓക്കെ, റെസിമോസ് ടൈപ്പിന്റെ കേസ് എന്താണ്? അത് മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ അല്ലെ. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. ദ ഫ്ലവേഴ്സ് ആർ ബോൺ laterally in an acropetal succession. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, ഈ ഒരു മെയിൻ ആക്സിസിന്റെ കാര്യം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫ്ലവേഴ്സ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ ഒരു രണ്ട് പോയിന്റ് ഓർത്തിരിക്കണം. അപ്പം റെസിമോസ് ആണെങ്കിൽ എന്താണ്, ഇതിന്റെ മെയിൻ ആക്സിസ് ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെയാണ് താഴേക്ക് എന്താണ് ഫ്ലവേഴ്സ് ഇങ്ങനെ അക്രോപെറ്റൽ പാറ്റേണിൽ ഇങ്ങനെ വന്നിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ മെയിൻ ആക്സിസ് വീണ്ടും ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് കമ്മിങ് ടു സൈമോസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈമോസ് ഇൻഫ്ലോറസെൻസിൽ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. അപ്പൊ ഇവിടെ എന്താണ്, സൈമോസിന്റെ കേസിൽ ഇവിടെ ഫസ്റ്റ് എൻഡിൽ ആക്ച്വലി ഒരു ഫ്ലവർ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിന് ലിമിറ്റഡ് ഗ്രോത്ത് ആണ്, ആ ആക്സിസിന് ലിമിറ്റഡ് ഗ്രോത്ത് ആണ്. എന്നിട്ട് താഴേക്ക് വീണ്ടും എന്താണ്, ന്യൂ ഫ്ലവേഴ്സ് ആഡ് ഓൺ ചെയ്യാണ് അല്ലെ. ന്യൂ ഫ്ലവേഴ്സ് ഇവിടേക്ക് ആഡ് ഓൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് സൈമോസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ്, ഈ ഒരു മെയിൻ ആക്സിസ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ താഴേക്കാണ് ഫ്ലവേഴ്സ് വരുന്നത് അല്ലെ. അത് അക്രോപെറ്റൽ ആണ്. അതേ സമയത്ത് ഇതെന്ന് പറയുന്നത് എന്താണ്, സൈമോസ് എന്ന് പറയുന്നത് എന്താണ്, ബേസിപെറ്റൽ ഓർഡറിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് എഴുതണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മെയിൻ പോയിന്റ്സ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ മെയിൻ പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് എഴുതി പോയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് വേരിയസ് ടൈപ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്, ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് എ ആൻഡ് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ ഉണ്ട് ബി ഉണ്ട്, പിക്ചേഴ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അത് 2 ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. അപ്പോൾ അതിൽ എ ഏതാണ് മക്കളെ? യെസ്, എ ഇസ് നത്തിങ് ബട്ട് ദ റേഡിയൽ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ റേഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ when xylem and phloem is arranged in an alternate manner, അതായത് ആൾട്ടർനേറ്റ് ആയിട്ട്, ഇവിടെ ഒരു സൈലം കാണാം, പിന്നെ ഒരു ഫ്ലോയും കാണാം, ഇതുപോലെ ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് യൂഷ്വലി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, റൂട്ട്സിലാണ് കാണാൻ സാധിക്കുന്നത്. അത് 6 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ആലോചിക്കാം അല്ലെ. ഓക്കെ, ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും, സൈലം താഴെയുണ്ട്, അതിന്റെ മുകളിൽ ഫ്ലോയും ഉണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ് നമ്മൾ വാസ്കുലാർ ബണ്ടിൽസിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ എന്താണെന്നാണ് പറയുന്നത്? യെസ്, ദാറ്റ് ഇസ് കൺജോയിന്റ് ആണ്. ഇവിടെ ഇത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, റൈറ്റ്, കൺജോയിന്റ് ആണ്. ഓക്കെ, അപ്പം സൈലം ആൻഡ് ഫ്ലോയം ആർ ജോയിന്റ്ലി സിറ്റുവേറ്റഡ് അലോങ് ദ സെയിം റേഡിയസ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്. ആ ഒരു കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് സിമ്പിൾ ആയിട്ട് അങ്ങനെ ആലോചിച്ചൂടെ, ജോയിന്റ് ആയിട്ട് കാണുകയാണെങ്കിൽ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കാണുകയാണെങ്കിൽ അതിന് കൺജോയിന്റ് എന്നും, രണ്ട് റേഡിയസിൽ, അതായത് ഒരിടത്ത് സൈലം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലോയും, അങ്ങനെ ആ ഒരു റേഡിയസ് ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ റേഡിയൽ എന്ന് പറയാം. ഓക്കെ, അത് റൂട്ട്സിൽ കാണാൻ സാധിക്കും. കൺജോയിന്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റെംസിലൊക്കെ കാണാൻ സാധിക്കുന്നതിനാണ് നമ്മൾ കൺജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറെന്റ് അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മേജർ പോയിന്റ്സ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. ഓക്കെ, ഫൈൻ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ? നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, നമ്മൾ 10th പഠിച്ചിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ മോഡലാണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ അല്ലേ. അപ്പൊ എന്താണ് ആ മോഡൽ മക്കളെ? യെസ്, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് നോൺ ആസ് ദ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക് മോഡലിനാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മോഡലിനെ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ മോഡലിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? നമുക്കിതിൽ ലിപ്പിഡ്സും കാണാം, അതുപോലെ തന്നെ പ്രോട്ടീൻസും കാണാം. ഓക്കെ, അതിൽ മേജർ ലിപ്പിഡ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയാം. അത് ബൈ ലെയർ ആയിട്ടാണ്, 2 layers ആയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ലിപ്പിഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിൽ ഈ ഒരു അറേഞ്ച്മെന്റിന്റെ കേസിൽ നമുക്ക് നോക്കാം, പോളാർ ഹെഡ് ടുവേർഡ്സ് ദ ഔട്ടർ സൈഡ്സ് ആൻഡ് ഹൈഡ്രോഫോബിക് ടെയിൽസ് ടുവേർഡ്സ് ദ ഇന്നർ പാർട്ട്. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാലോ? സിമ്പിൾ ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഒരു പ്രോട്ടീൻ ലെയർ കാണാം, അതിന് താഴെയാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ഈ ഒരു പെർട്ടിക്കുലർ ലിപ്പിഡ്സിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയായിരിക്കും മക്കളെ കാണാൻ സാധിക്കാം? യെസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് വിത്തിൻ ദ മെംബ്രെയിൻ വിത്ത് ദ പോളാർ ഹെഡ്
ടുവേർഡ്സ് ദ ഔട്ടർ സൈഡ്. അപ്പോൾ പോളാർ ഹെഡ് ഔട്ടർ സൈഡിലേക്ക് ആകുമ്പോൾ ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ, ഇതേപോലെയാണ് വരുന്നത് അല്ലേ, പോളാർ ഹെഡ് ടുവേർഡ്സ് ഔട്ട് സൈഡ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് ബൈ ലെയർ ആണെന്ന് പറഞ്ഞു അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ലെയറും കൂടി ഉണ്ടാവും, ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഒരു ലെയറും കൂടി ഉണ്ടാവും. ഇതിലെ ഹൈഡ്രോഫോബിക് ടെയിൽ എന്താണ്, ടുവേർഡ്സ് ദ ഇന്നർ സൈഡ് അല്ലേ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ് മനസ്സിലായോ? സോ ഇവിടെ നിങ്ങൾക്ക് ഇത് പ്രോട്ടീൻ ലെയർ കാണാം, ആൻഡ് ഇൻസൈഡ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ഹെഡ് ആൻഡ് ടെയിൽ അല്ലേ. ഇവിടെ ഒരു ഹെഡും ഉണ്ട്, സോ ഒരു ടെയിലും ഉണ്ട്. ഈ ഒരു ബൈ ലെയർ എന്താണ്, ആക്ച്വലി ലിപ്പിഡാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്, നമ്മുടെ സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. അതിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ ഡയഗ്രാം നിങ്ങൾക്ക് വലിയ ഭംഗിയിലൊന്നുമല്ല മിസ് വരച്ചിരിക്കുന്നത്, പക്ഷേ ഈ ഒരു സിമ്പിൾ ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അത് എങ്ങനെയാണെന്ന്, ആ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. അറേഞ്ച്ഡ് വിത്തിൻ ദ മെംബ്രെയിൻ വിത്ത് ദ പോളാർ ഹെഡ് ടുവേർഡ്സ് ഔട്ടർ സൈഡ് ആൻഡ് ദ ഹൈഡ്രോഫോബിക് ടെയിൽസ് ടുവേർഡ്സ് ദ ഇന്നർ പാർട്ട്. ഓക്കെ, ഇനി ഈ ഇതിൻ്റെ അകത്ത് മെംബ്രെയിൻസിൽ നമുക്ക് കൊളസ്ട്രോൾ കാണാൻ സാധിക്കും, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. പിന്നെ ദ സെൽ മെംബ്രെയിൻ ഓൾസോ പോസസ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. അതിൻ്റെ ഔട്ടർ പോർഷനിൽ വരച്ചപ്പോൾ കണ്ടില്ലേ, ആ ഒരു പ്രോട്ടീൻ നമ്മളവിടെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അത് നിങ്ങൾക്ക് ഓർത്തിരുന്ന് അത് എഴുതാൻ പറ്റും. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ മെംബ്രെയിൻ പ്രോട്ടീൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇന്റഗ്രൽ ആൻഡ് പെരിഫറൽ. ഇന്റഗ്രലും ഉണ്ട്, അതുപോലെ പെരിഫറലും ഉണ്ട്. ഇപ്പോൾ പെരിഫറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈ ഓൺ ദി സർഫസ് ഓഫ് ദ മെംബ്രെയിൻ, വൈൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ് ആർ പാർഷ്യലി ഓർ ടോട്ടലി ബറീഡ് ഇൻ ദ മെംബ്രെയിൻ. അതായത് ഒരു പാർട്ടിൽ പ്രോട്ടീൻസ് എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മെംബ്രെയിനിൽ, സർഫസ് ഓഫ് ദ മെംബ്രെയിനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് എന്താണ്, ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ, പെരിഫറൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ലെയറിൽ ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതേ സമയത്ത് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്ത്, പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി മേർജ്ഡ് ആയിട്ട് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് പ്രോട്ടീൻസിനെ കാണാം, ബറീഡ്, മെംബ്രെയിൻ്റെ ഇടയിൽ ബറീഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ കേസിനെയാണ് നമുക്ക് ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് ഇതിങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, പെരിഫറലുണ്ട്, ഇന്റഗ്രലുണ്ട്, അതിൻ്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതിൽ 2 പോയിന്റ്സേ ആകെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് 1 മാർക്കാണ്, അതുപോലെ ഏതാണ് മോഡൽ എന്നുള്ളത് 1 മാർക്കാണ്. ഓക്കെ, ഫൈൻ, that's clear. I hope it's clear. Okay, so moving to the next question. അത് വീണ്ടും നമ്മുടെ മൈറ്റോസിസിന്റെ ഒരു സ്റ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ എന്താണെങ്കിലും മൈറ്റോസിസിന്റെ മിയോസിസിന്റെ സ്റ്റേജ് വരച്ച് അതിന്റെ ഓരോ പോയിന്റ്സും അതുപോലെ തന്നെ പഠിക്കണം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, അത് നിങ്ങളുടെ മെയിൻ എക്സാം ആവട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ടേം എക്സാംസ് ആവട്ടെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ മൈറ്റോസിസിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. അത് മുന്നേ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, so here given below is the anaphase of mitosis. Write any 2 events occur during this particular phase. Okay, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നടക്കുന്നത്. യെസ്, സെൻട്രോമിയോസിസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സെൻട്രോമിയോസിസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ക്രോമാറ്റിഡ്സ് അവിടെ സെപ്പറേറ്റ് ചെയ്തു. യെസ്, ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഈവന്റ് ഹാപ്പനിങ് ഇൻ ദിസ് പെർട്ടിക്കുലർ അനാഫേസ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ക്രോമാറ്റിഡ്സ് എങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് പോളിലേക്ക് അല്ലെ. ദീസ് ആർ ദ ഓപ്പോസിറ്റ് പോൾസ്. അപ്പോൾ ഇതിന് മുന്നത്തെ ഫേസിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ മെറ്റാഫേസ് പ്ലേറ്റിലായിരുന്നു നമുക്ക് ഈ ഒരു സെൻട്രോമിയേഴ്സിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഇവിടെയായിരുന്നു ക്രോമസോംസിനെ കാണാൻ പറ്റുന്നത് അല്ലേ. അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു മെറ്റാഫേസ് പ്ലേറ്റിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് സെപ്പറേറ്റ് ചെയ്ത് എങ്ങോട്ടാ, ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്തു അല്ലെ, ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്തു. അതാണ് അനാഫേസിൽ നടക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാ ഫേസസും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈവെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും പഠിച്ചിരിക്കുക. അപ്പൊ ഈ 2 പോയിന്റ്സ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം ആക്ച്വലി വളരെ എളുപ്പമാണ് നമുക്ക് പറയാം. അത്യാവശ്യം നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നെയിം ദ ആൽഗെ ഫ്രം വിച്ച് അഗാർ ഇസ് ഒബ്റ്റെയിൻഡ്, റൈറ്റ് ദ യൂസ് ഓഫ് അഗാർ. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഏതാണ് ആൽഗെ, അതെന്താണേലും പഠിച്ചിരിക്കുക. എന്താണ്, ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ എന്ന് പറഞ്ഞ ആ 2 ആൽഗയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അഗർ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്.
ഇനി എന്താണ് ഇതിന്റെ യൂസസ്? അതും സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം. നമ്മുടെ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അതിന് ഗ്രോയിങ് മീഡിയം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന അഗർ എന്ന് പറയുന്നത്. അത് കൂടാണ്ട് നമ്മുടെ ക്രീംസും ജെല്ലീസും അല്ലെ, ആ ജെല്ലീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ ഒരു പെർട്ടിക്കുലർ എന്താണ് അഗർ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ 2 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഒത്തിരി വായി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പെർട്ടിക്കുലർ പോയിന്റ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഷുവർ ആണ്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sexual cycle of fungi involve 3 steps. One step is given below, write the other 2 steps. അതും വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസംസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസംസ് ആണ് നടക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്ലാസ്മോഗമി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ 2 ഗമീറ്റ്സ് ഉണ്ടാവും, ഒരു മോട്ടൈൽ ഗമീറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു നോൺ മോട്ടൈൽ ഗമീറ്റും ഉണ്ടാവും. സോ ഈ 2 ഗമീറ്റ്സ് ഒരുമിച്ച് വരുന്നു, അതിന്റെ ഫ്യൂഷൻ നടക്കുന്നു, പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറയുന്നു. ഓക്കെ, പ്ലാസ്മോഗമി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മക്കളെ? യെസ്, ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയ ആണ്. അതിനെ നമ്മൾ കാരിയോഗമി എന്ന് പറയുന്നു. ഇതിൻ്റെ അത് ഏറ്റവും സിമ്പിളസ്റ്റ് ആ സ്റ്റെപ്സ് ഇല്ലേ, ആ ഡീറ്റെയിലേക്ക് ഒന്നും നിങ്ങൾ പോകേണ്ട, ഈ സിമ്പിൾ സ്റ്റെപ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്? മിയോസിസ് നടക്കുന്നു. ഓക്കെ, സോ മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, എൻ സ്പോർസ് അവിടെ ഫോം ചെയ്യുന്നു, ഹാപ്ലോയിഡ് സ്പോർസ് അല്ലേ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഓവറോൾ സ്റ്റെപ്സ്. ഇവിടെ അത് മാത്രമേ ചോദിച്ചുള്ളൂ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആ ഒരു സൈക്കിൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫംഗിന്റെ കേസിൽ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർ യു ക്യാൻ ഫൈൻഡ് ദ മോണോകോട്ടിലിഡനസ് സീഡ് ആണ് തന്നിരിക്കുന്നത്. മോണോകോട്ട് സീഡ് ആണ് അല്ലെ. അപ്പൊ ആ സീഡിന്റെ ഓരോ പാർട്ട് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് അല്ലെ. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് ഇരുന്നോളെ, കാരണം ആ ഒരു പിക്ചർ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. അപ്പൊ ആ ഒരു മോണോകോട്ടിന്റെ പിക്ചർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചു പഠിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് പാർട്ട്, ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഇസ് ദ എൻഡോസ്പേം അല്ലെ. എ എന്ന് പറയുന്നത് എൻഡോസ്പേം ആണ്. ഇനി ബി, ഈ ഒരു പാർട്ട് എന്താണ്? സ്ക്യൂട്ടലം ആണ്. യെസ്, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പ്ലിമ്യൂൾ തന്നിട്ടുണ്ട്. പ്ലിമ്യൂളും അതുപോലെ റാഡിക്കിളും ആണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലിമ്യൂളിന്റെ മുകളിൽ കാണുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്ത്? ക്ലിയോപ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പ്ലിമ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന ആ ഒരു പെർട്ടിക്കുലർ ലെയറിനെ നമ്മൾ ക്ലിയോപ്റ്റൈൽ എന്ന് പറയുന്നു. അതിന്റെ താഴെ നമ്മൾ റാഡിക്കിൾ ഉണ്ട്. റാഡിക്കിളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ലെയർ ആണ്, അത് ഡി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അത് ക്ലിയോറൈസ എന്ന് പറയുന്നു അല്ലെ. സോ ദീസ് ആർ വെരി സിമ്പിൾ. അതായത് നിങ്ങൾ ഈ ഒരു മോണോകോട്ടിന്റെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു പാർട്സും നിങ്ങൾ ലേബൽ ചെയ്ത് പഠിച്ചു വെച്ചോളാം കേട്ടോ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനകത്തൊന്നും വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. സോ റൈറ്റ് എനി ടു അനാറ്റമിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ആൻജിയോസ്പെർം. എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നിങ്ങൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ എന്താണെങ്കിലും പഠിക്കുന്ന ഒരെണ്ണമാണ്. അപ്പോൾ അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് 2024 ചോദിച്ചിരിക്കുന്നത്. ഈ വർഷം നമുക്ക് അതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഫൈൻ, 50-50 ചാൻസ് അല്ലേ. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കണം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ അല്ലെങ്കിലും നമ്മളിത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ എക്സാം നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ ഇപ്പൊ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഹറിബറി ആയിട്ട് ലാസ്റ്റ് പ്രാക്ടിക്കൽസ് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, എല്ലാം കൂടി ടെൻഷൻ ആയിട്ട് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ അനാറ്റമിക്കൽ ഡിഫറൻസ്, വാട്ട് ഇസ് ദാറ്റ്? ഓക്കെ, സ്റ്റെമ്മിന്റെ കേസ് എന്താണ്? പ്രസൻസ് ഓഫ് ക്യൂട്ടിക്കിൾ. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ക്യൂട്ടിക്കിളിന്റെ കാര്യം. അതുപോലെ എന്താണ്? എപ്പിഡെർമൽ ഹെയർസ് അല്ലെങ്കിൽ ട്രൈക്കോംസ് എന്ന് പറയാം അല്ലെ, അത് പ്രസന്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓർത്തെഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ, അതുപോലെ സൈലം എന്ന് പറയുന്നത് എൻഡാർക്ക് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ക്യൂട്ടിക്കിളിന്റെ കാര്യവും അതുപോലെ എപ്പിഡെർമൽ ഹെയർസിന്റെ കാര്യവും എഴുതാൻ പറ്റും അല്ലെ. അത് ഏതൊരാൾക്ക് ചോദിച്ചാലും ഓർത്തിരിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. സ്റ്റെമ്മിന്റെ റൂട്ടിന്റെ കേസിൽ നിങ്ങൾ ഒരു സ്റ്റെം ഒരു റൂട്ട് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും അല്ലെ. അനാറ്റമിക്കൽ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ തന്നെ ഓക്കെ, ഹാഫ് മാർക്കെങ്കിലും സ്കോർ ചെയ്യാം. പിന്നെ കൺജോയിന്റ് ആണെന്നുള്ള കാര്യം അത് ഓർത്തിരിക്കാം. അതുപോലെ എൻഡാർക്ക് സൈലം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാൻ ഒട്ടും എല്ലാം കൂടെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്, ഈ ക്യൂട്ടിക്കലിന്റെ കാര്യം, എപ്പിഡെർമൽ ഹെയർസിന്റെ കാര്യം. ബാക്കി എല്ലാവരും നിർബന്ധമായിട്ടും കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ ആണെന്നും എൻഡാർക്ക് സൈലം ആണെന്നുള്ളത് എഴുതണം കേട്ടോ. ആൻഡ് മൂവിങ് ടു ദ റൂട്ട്, വാട്ട് ഇസ് ദ കേസ്? ക്യൂട്ടിക്കൽ ഉണ്ടോ? ഇല്ല, ആബ്സെൻസ് ഓഫ് ക്യൂട്ടിക്കൽ. ഇനി ഇവിടെ എപ്പിഡെർമൽ ഹെയർസ് ആണോ? അതിന് പകരം അവിടെ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? റൂട്ട് ഹെയർസ് ആണ്. അത് നമുക്ക് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ അല്ലെ. റൂട്ട് ഹെയർസ് ആർ പ്രസന്റ്. പിന്നെ ഇവിടുത്തെ ഒരു വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയായിരിക്കും? റേഡിയൽ ആണ്. പിന്നെ
അടുത്തത് എന്താണ്? എക്സാർക്ക് സൈലമാണ്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, എൻഡാർക്കാണോ എക്സാർക്കാണോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് പഠിച്ചു വെക്കുക. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതും ഇനിയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ പ്രോസസ് ദാറ്റ് ഇസ് സിനാപ്സിസ് ആൻഡ് കൈസ്മേറ്റ. ഓക്കെ, കൈസ്മേറ്റ എന്നും കൈസ്മേറ്റ എന്നൊക്കെ ഓരോരുത്തർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് ഈ കൈസ്മേറ്റ അതുപോലെ സിനാപ്സിസ്? അതാണ് കുറച്ച് കമ്പാരിറ്റീവ്ലി ടഫ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്താണ് മക്കളെ സിനാപ്സിസ് എന്ന് പറയുന്നത്? ഇത് മിയോസിസിന്റെ ആ ഒരു പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് സൈഗോട്ടീൻ സ്റ്റേജ് chromosomes start pairing together and this process of pairing അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിനാപ്സിസ് എന്നാണ് പറയുന്നത് അല്ലേ. ആ ഒരു പാട്ടെന്ന് വരാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണിത് അല്ലേ. സിനാപ്സിസ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ആ ഒരു പെയറിംഗ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിനാപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് സ്റ്റേജിലാണ്? സൈഗോട്ടീൻ സ്റ്റേജ് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? കയസ്മേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അത്? യെസ്, കയസ്മേറ്റ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്കറിയാം ദീസ് ആർ എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. എക്സ് ഷേപ്ഡ് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കയസ്മേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ ഡിപ്ലോട്ടീൻ സ്റ്റേജിന്റെ സമയത്ത് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്? നമ്മുടെ ഹോമലോഗസ് ക്രോമസോംസ് അല്ലെ, ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ക്രോസിംഗ് ഓവർ പ്രോസസ് അവിടെ നടക്കുന്നു. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ആ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന കയസ്മേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ കയസ്മേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോസിംഗ് ഓവർ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെ. അപ്പൊ ആ ഒരു ഹെറിഡിറ്ററി ഫീച്ചേഴ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എന്താണ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ക്രോസിംഗ് ഓവർ നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ കയസ്മേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ഒരു പോയിന്റ് അത് എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അത് ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് അല്ലെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സിനാപ്സിസ് ആൻഡ് കയസ്മേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിന് നിങ്ങളോട് ചോദിച്ച 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ച് ടൈം ഒക്കെ എടുത്ത്, നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള സമയമാണ്. നമുക്ക് സ്പോർട്സും ആർട്സും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഒരു 2 months ആയിട്ട്. അതിന്റെ ഇടയിലായിരിക്കും ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു പോയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ, കുറച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് നിങ്ങളുടെ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ. അതാണ് കുറച്ച് ടഫ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് വരുന്നത് ഈ ഒരു +1 അല്ലേ. അത് നിങ്ങൾക്ക് എടുത്ത് തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. ചില സ്കൂളിലൊക്കെ ഫോട്ടോസിന്തസിസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ഇരുന്ന് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.